ഹായ് ഫ്രണ്ട്സ്, ഒരു കൊച്ചു വീട് എല്ലാവരുടെയും ഒരു സ്വപ്നമാണല്ലോ. ഏതൊരു മലയാളിയും ആഗ്രഹിക്കുന്നത് കുറഞ്ഞ ലാൻഡ് ആണെങ്കിലും ഒരു സാധാരണ ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു കൊച്ചു വീട്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് വെറും 4 സെൻറ്റിൽ 17 ലക്ഷം രൂപക്ക് 2 ബെഡ്റൂമോട് കൂടി നിർമ്മിച്ച ഒരു കിടിലൻ വീടാണ്. വീടും വീടുപണിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ ചാനൽ സന്ദർശിക്കാത്ത ആളുകൾ ജസ്റ്റ് ഒന്ന് സന്ദർശിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യുമല്ലോ. നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇതുവരെ ആരും കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട്, ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നമ്മളിന്ന് വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ എടവണ്ണപ്പാറ പൊന്നാട് എന്നുള്ള സ്ഥലത്താണ്. എൻ്റെ കൂടെയുള്ളത് റിയാസ്കയാണ്. അപ്പോൾ റിയാസ് ആണ് ഈ ഒരു വീട് ഇത്ര മനോഹരമായിട്ട് സെറ്റ് ചെയ്തത്. അപ്പോൾ റിയാസിൻ്റെ തന്നെ സ്വന്തം വീടാണ് അല്ലേ? അതുമാത്രമല്ല, അതേ ഒരു എഞ്ചിനീയർ കൂടിയാണ്. ഇന്നത്തെ ഈ കാലത്ത് പറഞ്ഞാൽ ലാൻഡ് എല്ലാവർക്കും കുറവാണ്. അപ്പോൾ കുറഞ്ഞ സ്ഥലത്ത് കുറഞ്ഞ ബഡ്ജറ്റിൽ ചെറിയൊരു വീട്, അതാണ് ഒരു മലയാളിയുടെ ആഗ്രഹം ഇപ്പോൾ അല്ലേ? അപ്പോൾ ഇതാണ് വീട്. ഫുള്ള് വൈറ്റ് ഹൗസ് ആണ് ഇത് അല്ലേ? വൈറ്റിലാണ് ഫുള്ള് സെറ്റ് ചെയ്ത്. ഓക്കെ, ഇങ്ങനെ ഒരു വൈറ്റ് ഹൗസ് എന്നുള്ള ഒരു സ്വപ്നമായിരുന്നോ? ഫുള്ള് വൈറ്റിലേക്ക് കൊണ്ടുവരുന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിലാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വൈറ്റ് GVT ടൈലാണ്. അതുപോലെ തന്നെ ഗ്രാനൈറ്റ് കൊണ്ടുള്ള സ്റ്റെപ്പുകളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സിറ്റ് ഔട്ടും അതിനടിയിൽ ഒരു നല്ല ഷൂ റാക്കും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ ഫ്രണ്ടിൽ സിറ്റ് ഔട്ടിൽ നമുക്ക് പറയാനുള്ളത്. വീടിന്റെ മൊത്തം ഒരു എക്സ്റ്റീരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പ്രത്യേക ഡിസൈൻ ആണ് ചെയ്തിട്ടുള്ളത്. വീടാണ് തോന്നരുത് ആദ്യം തന്നെ കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ആഹാ, എന്നിട്ട് എന്തുകൊണ്ട് ഈ ഒരു കോൺ ആംഗിളിൽ സെറ്റ് ചെയ്തു? പക്ഷെ അത് ഈ പ്ലോട്ടിന്റെ ഒരു വെല്ലുവിളിയാണ്. ഇവിടെ ഒരു ഏത് ആംഗിൾ സെറ്റ് ചെയ്യണമെന്നുണ്ട്. അപ്പൊ ആ പ്ലോട്ടിനനുസരിച്ചിട്ടുള്ള ഒരു ആംഗിൾ സെറ്റ് ചെയ്തു. അതായത് ഈ വീട് ഇവിടെ പ്ലേസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ 4 സെന്റ് എത്ര മീറ്റർ വീതിയാണുള്ളത്? ഇത് ആകെ 6.5 മീറ്റർ ആണ് വീടുള്ളത്. അതെ, 6.5 മീറ്റർ ആണ് ഉള്ളത് വീടിന്റെ സൈസ്. അപ്പോൾ അതൊരു വലിയ കോംപ്ലിക്കേഷനാണ്. വൈ ഈ സൈഡിലാണ്, പക്ഷെ ഫ്രണ്ട് ഇങ്ങോട്ടാണ്. പിന്നെ പല ആംഗിളിൽ നിന്നും പല വ്യൂ ആണ്. ഈ വ്യൂ ആണ് ഫ്രണ്ട് നോക്കുമ്പോൾ മറ്റൊരു വ്യൂ, ആ ആംഗിൾ നോക്കുമ്പോൾ മറ്റൊരു വ്യൂ, മറ്റേ വ്യത്യസ്ത വ്യൂ കാണാം. പക്ഷെ നമുക്ക് ഈ കറക്റ്റ് ആയിട്ടുള്ള ഒരു വ്യൂ ഇവിടുന്ന് എടുക്കാൻ കഴിയുന്നില്ല എന്നുള്ള സിറ്റുവേഷൻ ആണ്. അതാണ് ഇതിന് വെല്ലുവിളിയായിട്ട് വരുന്നത്. പിന്നെ ആ ഒരു ഡിസൈൻ മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ലൈറ്റുകൾ ആംഗിൾ വരെ, ലൈറ്റിന്റെ ആംഗിൾ വരെ അതിനനുസരിച്ചുള്ളതാണ് സെറ്റ് ചെയ്തിട്ട്. അപ്പൊ ഒരു നല്ലൊരു ഡിസൈൻ കൺസെപ്റ്റ് അതിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് എക്സ്റ്റീരിയറിൽ. സിംഗിൾ ഡോർ ആണ് കേട്ടോ. നല്ലൊരു ആംബിയൻസിൽ ഇരിക്കാനുള്ള സ്ഥലം. ഓക്കെ, ഒരു 3x2 എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉള്ള ഒരു സിറ്റിംഗ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വുഡൻ ആണ് അല്ലേ? അക്വേഷ്യ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു ലിവിംഗ് ഏകദേശം എത്ര സൈസ് ഉണ്ടാവും? ഇതൊരു 3 മീറ്ററും 3.30 അത്രയേ ഉള്ളൂ ഈ ഒരു ഇത്. പക്ഷെ ഈ ഒരു വൈറ്റ് ആംബിയൻസ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ഒന്ന് കൺജസ്റ്റനായി തോന്നിക്കാതിരിക്കും. അപ്പോൾ പലർക്കും പറ്റുന്ന ഒരു അബദ്ധമാണ്. നല്ല കളറൊക്കെ അടിച്ച് കളർഫുൾ ആയി കഴിഞ്ഞാൽ നമുക്ക് ഡാർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ച് കൺജസ്റ്റഡ് ആണ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ലൈറ്റ് കളേഴ്സ് യൂസ് ചെയ്യുക ഇന്റീരിയറിൽ ചെറിയ ഏരിയകളൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ എന്തായാലും എല്ലാവരും അട്രാക്ഷൻ ഈ സ്റ്റെയറിലേക്കാണ് പോവാം. അതുകൊണ്ട് അത് പറഞ്ഞതിന് ശേഷം ആക്കാം ബാക്കി കാര്യങ്ങളെ. അപ്പോൾ ഈ ഒരു സ്റ്റെയർ ഇതിപ്പോൾ സാധാരണ ടൈലുകളാണ്, GVT ടൈൽ തന്നെയാണ് യൂസ് ചെയ്തത് അല്ലേ? ഫുൾ വൈറ്റ്. വീടിന്റെ ഉള്ളിൽ ബാക്കി വേറെ കളേഴ്സ് ഒന്നും ഇല്ല, ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ പുറത്തുള്ള അത് മാത്രമേ ഉള്ളൂ ഉപയോഗിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു വൈറ്റ് ഹൗസ് തന്നെയാണ്. ഇതിൽ ചെയിനാണ് ഹാൻഡ് റെയിലായിട്ട് സിമ്പിളായിട്ട് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഈ ഒരു സ്റ്റെപ്പിന്റെ ഒരു കാര്യം എനിക്ക് കൃത്യമായിട്ട് ചോദിക്കേണ്ടതുണ്ട്. ഇത് കോൺക്രീറ്റിലാണ്? കോൺക്രീറ്റിലാണ് ചെയ്തത്. ഡബിൾ ആയിട്ട് ഇങ്ങനെ ചെയ്തതാണ്? ഡബിൾ ആയിട്ട് കോൺക്രീറ്റിലായി ചെയ്തത്. ഒരാൾ വരുന്ന എന്തെങ്കിലും സംതിങ് ഡിഫറെന്റ് ആണല്ലോ അല്ലേ? ഇത് ഡബിൾ ആണ്. അത് മാത്രമല്ല, ഇതിന്റെ ഈ ഗ്യാപ്പ് കണ്ടില്ലേ? ഇത് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ചെയ്തത്. നല്ല വർക്ക് വരുന്ന പരിപാടിയാണ് അല്ലേ? ടൈം എടുക്കും ഇത് നിർമ്മിക്കാൻ. അപ്പൊ അത് നിങ്ങൾ നിർമ്മിക്കുമ്പോൾ നിങ്ങൾക്ക് കോസ്റ്റ് കുറക്കണമെങ്കിൽ അത് സിമ്പിൾ ആയിട്ട് ചെയ്യായിരിക്കും, അത് നന്നായിരിക്കും. ഇനി നമുക്ക് ഈ ഒരു വീടിന്റെ മൊത്തം വൈറ്റ് ആയിട്ടുള്ള ഇതുപോലുള്ള വിൻഡോകളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിൽ വൈറ്റ് കൊടുക്കുമ്പോൾ അറിയേണ്ട മെയിൻ കാര്യം, ഇത് സിമെന്റ് ആണ്. സിമെന്റ് കോൺക്രീറ്റ് വിൻഡോകളാണ് ഉപയോഗിച്ചത്. അതിൽ മെറ്റൽ കൊണ്ടുള്ള ഈ ഒരു ഡിസൈൻ തന്നെയാണ്. ഫാബ്രിക്കേഷൻ വൈറ്റ് ഫ്രെയിം ആണ് പ്ലെയിൻ ഗ്ലാസ്. ആ വൈറ്റിലേക്ക് എപ്പോഴും പ്ലെയിൻ തന്നെയാണ് മാച്ച് ചെയ്യുക. ഇവിടെ ഒരു നല്ലൊരു പോട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് മേലേക്ക് ഉണ്ടോ? അതിന്റെ മേലേക്ക് സ്റ്റെയർകേസിന്റെ സംഭവം ഇതേ ഉള്ളൂ. ഈ ഭാവിയിൽ ഉണ്ടാക്കാൻ ഇത്ര ഏരിയ മുകളിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ നേരെ ഇനി ഹാളിൽ നിന്ന് ഡൈനിങ്ങിലേക്കാണ്. ഇവിടെ പ്രൈവസിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഈ വീടിന്റെ ഈ ഒരു ഭാഗം സെറ്റ് ചെയ്തത് അല്ലേ? ഈ ഒരു വാള് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വ്യൂ കട്ടാക്കും.
അതിന് വേണ്ടിയിട്ടാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ കാണാം ഡൈനിങ് ഏരിയ, 6 പേർക്ക് സുന്ദരമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു ഡൈനിങ്. ഈ ഡൈനിങ്ങിൽ ഒരു സൈഡിൽ ബെഞ്ചാട്ടോ കൊടുത്തല്ലേ? ഈ സ്ഥലം ആകെ 3 മീറ്റർ ഉള്ളത്, 3 മീറ്റർ വീതിയുള്ളൂ, 3 മീറ്റർ വീതിയുള്ളൂ. അപ്പൊ സാധാരണ നമ്മൾ ഡൈനിങ്ങിലാണ് സ്റ്റെയർ ഉണ്ടാവുക. അപ്പൊ ഇവിടെ സ്റ്റെയർ ഡൈനിങ്ങിൽ കൊടുത്തു കഴിഞ്ഞാൽ കൺജസ്റ്റഡ് ആയി. അത് ഇവിടുന്ന് ഒഴിവാക്കാൻ. പിന്നെ ഈ വൈറ്റ് ടൈൽ ഇവിടേക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഒരു ചെറിയ ഏരിയ ആണെന്ന് തോന്നുന്നേ ഇല്ല, അത്രയ്ക്ക് ഒരു ഭംഗിയിൽ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് അല്ലേ? ഫുൾ ഹാങ്ങിങ്. ഈ ഒരു ഡൈനിങ് ഏരിയക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സെറ്റിങ്സ് ചെയ്തത്. അതുപോലെ സിമ്പിൾ ആയിട്ടുള്ള സ്മോൾ ഫാൻ ആണ് കൊടുത്ത്. നമ്മൾ ചെറിയ ഏരിയകളിലൊക്കെ വലിയ ഫാൻ കൊടുത്തു കഴിഞ്ഞാൽ അതും സീലിംഗ് ടൈറ്റ് ആയിട്ട്. പിന്നെ ഇവിടെ ഒരു വോൾ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഭംഗിയായിട്ടുണ്ട്. ഈ ഒരു ചുമരിനെ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലാണ്. പിന്നെ ഫുള്ള് വാം ലൈറ്റ് ആണ്. വാം ലൈറ്റ് യൂസ് ചെയ്തിട്ടുള്ളൂ അല്ലേ? വൈറ്റ് നോർമൽ ലൈറ്റ് ഇല്ല, കിച്ചണിൽ മാത്രമേ ഉള്ളൂ. അതായത് വൈറ്റ് ലൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മളെ ട്യൂബിന്റെ SCFL ആ കളർ ഇവിടെ ഇല്ല, എല്ലാം വാമിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു വലിയ ഹാളിന്ന് നമ്മൾ അടുത്ത് പോകേണ്ടത് ബെഡ്റൂമുകളിലേക്കാണ്. പെട്ടെന്ന് ഇവിടെ നിൽക്കുമ്പോൾ ബെഡ്റൂം എവിടെയൊന്നും കാണുന്നില്ല, നമ്മൾ മറച്ചു വെച്ചതാണ്. അതായത് പ്രൈവസിക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അതിനും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഏത് ഭാഗത്തേക്കാണ് പോകേണ്ടത്? മാക്സിമം ഡോറുകൾ ഒഴിവാക്കിയിട്ടുണ്ട് അല്ലേ? ആകെ പിന്നെ ഫ്രണ്ടും ബാക്കും 2 ബെഡ്റൂമിന് മാത്രമേ ഉള്ളൂ ഡോർ ഉള്ളൂ. ആ കിച്ചണിലേക്കൊന്നും ഡോറില്ല, ഓപ്പണിങ്സ് ആണ്. നമ്മൾ നോക്കുമ്പോൾ ഇവിടുന്ന് കാണുന്നില്ല, പ്രൈവസിന്റെ അപ്പുറത്ത് ഓപ്പണിംഗ് ആണ്. അപ്പൊ ഈ ഇവിടുന്ന് നമുക്ക് ലിവിംഗ് നേരെ വരുന്ന ഒരു ഹാള്, ഇവിടുന്ന് അങ്ങോട്ട് ഒരു പാസേജ്, അവിടുന്ന് അങ്ങോട്ട് ഒരു പാസേജ്, എല്ലാ റൂമും ഹൈഡ് ചെയ്ത് വെച്ചു. എല്ലാ പോർഷനും ഓക്കെ. ഇത് നേരെ നമുക്ക് ആദ്യം ബെഡ്റൂംസ് ഫസ്റ്റ് ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് എന്നാണ് പറയുന്നത്. ഈ ബെഡ്റൂമിലേക്ക് ഇങ്ങനെ വരികയാണെങ്കിൽ അല്ലെ, ഇവിടെ ബെഡ്റൂം ഉണ്ട് എന്നതിന് തോന്നില്ല. ഇവിടെ എത്തുമ്പോഴാണ് ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിൽ ബെഡ്റൂം ഉണ്ട്. അതിനു മുമ്പ് ഇവിടെ പറയേണ്ടത് ഒരു കോമൺ ടോയ്ലറ്റും വാഷ് ബേസിന് ഇവിടെയാണ്. അപ്പോൾ ആ കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീടിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഏകദേശം 1 വർഷം താമസം, 1 വർഷം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെതായ യൂസേജ് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് ഒരു ബെഡ്റൂം അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള റൂമാണ്. ഒരു ചെറിയ ഷെൽഫ് മക്കളെ റൂമാണ്. അപ്പോൾ അവരെ പുസ്തകങ്ങളും കാര്യങ്ങളും നോക്കാൻ വേണ്ടിയിട്ട് അതും വൈറ്റിലാണ് സെറ്റ് ചെയ്തത്. അതായത് കിഡ്സിന്റെ റൂമാണ്. ആ ഒരു അറേഞ്ച്മെന്റ്സ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ താമസിച്ചിട്ട് 1 വർഷമായി, അതിന്റെ അടയാളങ്ങൾ കാണാനുണ്ടാവും. പിന്നെ കിഡ്സിന്റെ കാര്യമാണ് അത് പറയേണ്ട. വീട്ടിൽ പല സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഈ ഹാളിലേക്ക് ടോയ്ലറ്റും ഹൈഡ് ആണ്. നമ്മൾ ഈ ഹാളിൽ നിന്ന് അത്ര പെട്ടെന്ന് കാണാൻ പറ്റില്ല. ഈ ഒരു വോള് ആ ഒരു രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഹാളിലേക്ക് തിരിച്ചു വന്നാൽ പിന്നെ അടുത്ത ബെഡ്റൂം ഫർണിച്ചർ നമ്മൾ കസ്റ്റമൈസ്ഡ് ആണ്. ഇവിടുന്ന് ഇതിന് ഈ സ്ഥലത്തേക്ക് അനുസരിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് സെറ്റ് ചെയ്തതാണ്, അല്ലാതെ പർച്ചേസ് ചെയ്തതല്ല. അതായത് അതിന്റെ അളവെടുത്തിട്ട് ചെയ്തതാണ്. നമുക്ക് നേരെ പറഞ്ഞ പോലെ ഈ സൈഡിലാണ് അടുത്ത റൂം കിടക്കുന്നത് അല്ലേ? അതും ഇങ്ങനെ കട്ട് ചെയ്ത് പോകണം. ഇതാണ് ഇതാണ് മാസ്റ്റർ റൂം അല്ലേ? മാസ്റ്റർ റൂമിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ അറ്റാച്ച്ഡ് ആയിട്ട് ടോയ്ലറ്റ് ഉണ്ട് അല്ലേ? ഓക്കെ. ഇതിലും ഒക്കെ ലൈറ്റ് ഇങ്ങനെ വാം ലൈറ്റ് ആണ് ഇവിടെ ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലെ ഡോറിന്റെ പ്രത്യേകതയും എടുത്ത് പറയണം, അതും ലൈറ്റ് കളറിലാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ അടുത്ത കിച്ചൺ ആണ് ഇതിനകത്തുള്ളത്. അപ്പൊ കിച്ചണൊക്കെ സിമ്പിൾ ആയിട്ട് ചെയ്തിട്ടുണ്ടാവുള്ളൂ അല്ലേ? കാരണം ചെറിയൊരു പ്ലോട്ടിൽ ചെറിയ വീട്. നേരെ കിച്ചണിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കിച്ചൺ ഇങ്ങോട്ട് ഈ ഒരു സൈഡിലേക്കാണ്. സ്റ്റെപ്പിന് കൊടുത്ത അതേ ഗ്രാനൈറ്റ് ഇവിടെ കൊടുത്തു, അതേ ഗ്രാനൈറ്റ് കൊടുത്തു. പിന്നെ റാക്കുകൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് വലിയ പാത്രങ്ങളൊക്കെ ഇത് റാക്കും കൂടി വരുമ്പോൾ ഒന്നും കൂടി കൺജസ്റ്റ് ആവുന്നുള്ള ഒരു ഫീൽ. അതുപോലെ ഇവിടെ ഈ ലോങ്ങിലായിട്ട് ഇവിടെ ഒരു സ്റ്റോർ ഏരിയ ഉണ്ട് കേട്ടോ. നമുക്ക് ഓപ്പൺ സ്റ്റോർ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതേ കളർ ഇത് ചെയ്തിരിക്കുന്നത് ഫാബ്രിക്കേഷൻ ആണ്, അക്രലിക്കിലാണ് ചെയ്തിട്ടുള്ളത്. ചെറിയ ബഡ്ജറ്റിൽ നിർമ്മിക്കുന്ന ഇതുപോലുള്ള വീടുകൾക്ക് കിച്ചണിലൊക്കെ ഇത്രേ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ബഡ്ജറ്റ് കുറക്കും വേണം, അത് പോസിബിൾ അല്ല എന്ന് പറയുന്നത് നടക്കില്ലല്ലോ. ഈ ഒരു സ്റ്റെപ്പ് ഒക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ ആളുകൾ കണ്ടവരൊക്കെ കുറെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാവല്ലോ. അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, നല്ല അഭിപ്രായങ്ങൾ ഉണ്ടാവും എന്തായാലും. ഇതുപോലെ നമ്മള് പുതിയ പരീക്ഷണങ്ങളൊക്കെ നടത്തുമ്പോ അല്ലേ വീട്ടിൽ വന്നവരെ മെമ്മറിയിൽ എന്തെങ്കിലുമൊക്കെ സംതിങ് ഉണ്ടാവണ്ടേ? അതുണ്ടാവണം. അപ്പോൾ ഈ ഒരു വീടിന് നമ്മൾ നേരത്തെ പറഞ്ഞു 17 ലക്ഷം രൂപ. 17 ലക്ഷം രൂപ പറയുമ്പോൾ ഈ ഫർണിച്ചർ ഉൾപ്പെടെയുള്ള അല്ലെ കോസ്റ്റ്. അപ്പൊ ഈ അതല്ലാതെ ഈ ഒരു സ്ട്രക്ചർ ഡമ്മി സ്ലാബ് എലിവേഷന്റെ ആ രീതിക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരു പിന്നെ കുറച്ച് എമൗണ്ട് ചെലവായിട്ടുണ്ട്. സാധാരണ നമ്മൾ ഫ്ലാറ്റ് ആയിട്ട് സ്ലാബ് കോൺക്രീറ്റ് ചെയ്തതിനു ശേഷം പിന്നെ ഡമ്മി സ്ലാബും ചെയ്തതാണ്. പിന്നെ ആ ഒരു ഷേപ്പിനെ സപ്പോർട്ട് ചെയ്യാൻ അതിൽ പിന്നെ ലാസ്റ്റ് ആ രീതിയിലേക്ക് കൊണ്ടുവന്നതാണ്. ഓക്കെ. അപ്പോൾ ഈ ഒരു വീടിന്റെ മൊത്തം കാര്യങ്ങൾ എടുത്തു പറയുകയാണെങ്കിൽ ഫ്ലോറിങ്ങിൽ വൈറ്റ് ടൈലുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നോർമൽ വാൾ പെയിന്റ് ആണ് ചെയ്തിട്ടുള്ളത്. ഡോറുകളൊക്കെ റെഡിമെയ്ഡ് ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ സീലിംഗിൽ എക്സ്ട്രാ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. സ്റ്റെയർ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ഐഡിയകൾ യൂസ് ചെയ്തിട്ടാണ് ചെയ്തത്. ഇതൊക്കെയാണ് ഈ ബഡ്ജറ്റ് കുറച്ച കാര്യങ്ങൾ അല്ലേ?
അപ്പോൾ ഇനി ഇതിലേക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ ഈ വീട്ടിലേക്ക്? ഇപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇപ്പോൾ ഒന്നും ഇനി ഒന്നും ചെയ്യാതെ ഇനി ഭാവിയിൽ മേലേക്ക് മേലെ ചെയ്യാനുള്ളൂ. ഇത്ര ഏരിയ മുകളിലും ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനിയിപ്പോൾ ഒരാൾ പറയുകയാണെങ്കിൽ എനിക്ക് ചെറിയൊരു പ്ലോട്ട് ഉണ്ട്, ഇതുപോലെ ഒരു വീട് എനിക്ക് ചെയ്യാൻ പറ്റും, ചെയ്ത് തരുമോ എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്ത് കൊടുക്കാം? ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്ന പ്ലോട്ട് ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതൊരു റെക്ടാംഗുലർ സൈസ് പ്ലോട്ടാണ്, അതുകൊണ്ടാണ് ഇത് മാച്ച് ആയത്. അപ്പോൾ ഇതിൻ്റെ പ്ലാനുകൾ ആവശ്യമുള്ള ആൾക്കാർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. അത് നമ്മൾ കമ്മ്യൂണിറ്റി ടാബിൽ ഇടാം, അപ്പോൾ ആവശ്യക്കാർക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ വളരെയധികം നന്ദി ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്, ഈ വീട് പരിചയപ്പെടുത്തിയത്. ഓക്കെ, താങ്ക് യു.